നമസ്കാരം. എൻ്റെ പേര് വിവേക് കുളനട. എൻ്റെ സ്ഥലം പത്തനംതിട്ട പന്തളത്തിനടുത്ത് കുളനടയാണ്. ഞാൻ ഒരു 10 വർഷത്തോളം ഗൾഫിൽ ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പോർട്ടിലാത്ത പെർസിലൈൻ സെൻറ്ററിൽ അങ്ങനെ കുറേ വെറൈറ്റികളുടെ ഫോട്ടോ കാണാനിടയായി. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തു, ഓൺലൈൻ വഴി തന്നെ ഓർഡർ ചെയ്തു. എനിക്ക് കിട്ടിയ സാധനങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് ഒരു രാജീവ് എന്ന് പറഞ്ഞ ഒരാളാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ചെടികൾ അയച്ചു തരുന്നത്. അപ്പോൾ അത് കൊണ്ട് ഞാനിവിടെ നട്ടു. എൻ്റെ വീടിന് മുമ്പിലായിട്ട് കുറേ സ്ഥലങ്ങളിൽ നട്ട് അതെല്ലാം പിടിച്ച് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ഒന്നുകൂടെ ക്രേസായി, ഇതിൻ്റെ പുതിയ വെറൈറ്റി ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ പുതിയ വെറൈറ്റികൾ ശേഖരിച്ച് തുടങ്ങി. അപ്പോൾ അങ്ങനെ ശേഖരിച്ച് ഇപ്പം പോർട്ടിലോക്ക, പെർസിലൈൻ, സിൻഡ്രല്ല അങ്ങനെ 3 വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഒരു 100-ൽ അധികം വെറൈറ്റികൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ തണ്ടുകൾ ആവശ്യക്കാർക്ക് ഗ്രൂപ്പുകൾ വഴിയും അല്ല ഓൺലൈൻ ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ഞാനിപ്പം വിൽക്കുന്നുണ്ട്. കുറേ അധികം ഓർഡറുകളുണ്ട്. ഇപ്പം ഈ ചെറിയ ഒരു തുക എല്ലാവരുടെയും നിന്ന് മേടിക്കുന്നുണ്ട്. കൊറിയർ ചാർജ് അടക്കം ഒരു തുക മേടിക്കുന്നുണ്ട്. ആ തുകയ്ക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊറിയറായിട്ട് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവേകേട്ട, ഇപ്പം ധാരാളം ആൾക്കാർ ഈ 10 മണി ചെടികൾ ഒരു ക്രേസ് എന്നുള്ള രീതിയിൽ വീട്ടിൽ പല വെറൈറ്റീസ് വളർത്തുന്നുണ്ട്. പക്ഷേ പലർക്കും എന്താ പറയുന്നത്, ഇടയ്ക്ക് ചെടികൾ വാടിപ്പോവുക, അല്ലെന്നുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടാകുന്നില്ല, ഇങ്ങനെ പല പരാതികളും ഉയർന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് പരിപാലിക്കാൻ പറ്റും? എന്തൊക്കെയാണ് തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത് വളർത്താൻ? പറഞ്ഞുതരാം. അത് ഇപ്പോൾ ക്രേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാനൊരു ക്രേസിൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെയാണ്. ഇത് ഇപ്പോൾ ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കണ്ട് ഒരിഷ്ടം തോന്നി അങ്ങനെ വളർത്തുന്നതാണ്. പഴയ വെറൈറ്റികൾ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും പഴയ വെറൈറ്റികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വരുന്നതെല്ലാം പുതിയ ഹൈബ്രിഡ് വെറൈറ്റികളാണ്. തായ്ലൻഡ്, മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വളർത്തി അത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പുതിയൊരു പൂവിൻ്റെ ഫോട്ടോ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ഇടുമ്പോൾ അപ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് ഒരു പുതിയ ക്രേസ്, ഇപ്പോൾ അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള ആൾ നോക്കുമ്പോൾ പുതിയൊരു വെറൈറ്റി, അങ്ങനെയാണ് ഓരോ വെറൈറ്റികളും നമ്മളിങ്ങനെ ശേഖരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇപ്പോൾ കൊണ്ടുവരുന്നത്, ഇപ്പോൾ നമ്മുടെ ഇന്ന് ഇപ്പോൾ ഒരാൾ മേടിച്ചുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ മേടിച്ചുകൊണ്ട് പോയി ഇത് കൊണ്ട് എങ്ങനെയും എവിടെയെങ്കിലും ഒരു മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കണമെന്നില്ല. കാര്യം പ്രത്യേകിച്ച് ഈ ഹൈബ്രിഡ് വെറൈറ്റികൾ പെട്ടെന്ന് അങ്ങനെ പിടിച്ച് കിട്ടില്ല. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലുള്ള കുറച്ച് വലിയ ചട്ടികളിൽ നമ്മൾ എടുത്ത് മണ്ണ് അതേപോലെ മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഫ്യൂഡോമോണസ് എന്ന് പറഞ്ഞ ഒരു നമ്മൾ വേര് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു പൊടിയുണ്ട്. ആ പൊടിയോടെ ചേർത്ത് മിക്സ് ചെയ്ത് ആണ് നമ്മൾ നടുന്നത്. അതേപോലെ പുതിയ മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്മായിപ്പൊടി ചേർക്കാറുണ്ട്, മണ്ണിൻ്റെ പുളിപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട്. പുതിയ മണ്ണുകൾ എടുക്കുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ അയ്യത്തുനിന്ന് ഇപ്പോൾ പുതിയ മണ്ണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുമ്മായിപ്പൊടി ചേർത്ത് മണ്ണൊന്ന് മിക്സ് ചെയ്ത് 2 ദിവസം വെയിലൊക്കെ കൊള്ളിച്ചിട്ട് മണ്ണൊന്ന് റെഡിയാക്കി എടുത്തിട്ടാണ് നമ്മൾ ചട്ടിയിൽ നിറയ്ക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിൽ നിറച്ചിട്ട് 2 ദിവസം വെയിൽ കൊള്ളിക്കുക വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ എടുത്ത് നമ്മൾ ചെറിയ തണ്ടുകൾ ഒടിച്ച് ഇതേപോലെ നട്ട് ഒരു 7-8 സ്ഥലത്തായിട്ട് ഇങ്ങനെ നട്ട് കഴിയുമ്പോൾ പതുക്കെ ഇത് കിളിച്ച് ഈ ചട്ടി നിറഞ്ഞ് വരുന്ന രീതിയിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ അതിനായിട്ട് പിന്നെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചാണകപ്പൊടി ഇടുക. അതേപോലെ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ച് കൊടുക്കുക. ഒരുപാട് നനയുടെ ആവശ്യമില്ല, ചെറുതായിട്ട് മണ്ണൊന്ന് നനഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ വളരും. വളർന്ന് ഒരുപാട് കമ്പുകളായി കഴിയുമ്പോൾ നമുക്ക് ഈ വെറൈറ്റികൾ പുതിയ ആൾക്കാർക്ക്, ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കാനും പറ്റും. ചെടികളിൽ നമുക്ക് തന്നെ ഇപ്പോൾ കുറച്ച് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് തന്നെ അതിനെ കൂട്ടിച്ചേർത്ത് പുതിയ വെറൈറ്റിയുള്ള കളറിലുള്ള പൂക്കൾ ഉള്ള ചെടികൾ ഉണ്ടാക്കാം, അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അത് എത്രത്തോളം സത്യമാണ്? അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഇവിടെ ആണെങ്കിലും ചട്ടി അടുപ്പിച്ച് വെക്കുന്ന സമയത്ത് ഒരേ ഷെയ്ഡ് 2 വ്യത്യസ്ത ഷെയ്ഡുകളിൽ നിന്ന് ചെറിയ ഷെയ്ഡ് വേറെ വരാറുണ്ട്. പക്ഷേ അതിന് ഒരു പ്രത്യേക ഷെയ്ഡ് മാത്രമായിട്ട് വരാറില്ല. ഇപ്പോൾ ഒരു പൂവിൽ ഒരു ഷെയ്ഡ് വരുവാണെന്നുണ്ടെങ്കിൽ വേറൊരു പൂവിൽ വരുന്ന വേറെ ഡിസൈനിലുള്ള ഷെയ്ഡായിരിക്കും. അപ്പോൾ നമുക്കതൊരു പ്രത്യേക വെറൈറ്റി ആയിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ ബഡ് ചെയ്തിട്ട് നമുക്ക് വേറെ ഷെയ്ഡുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിലെ തണ്ട് തന്നെ വേറെ തണ്ട് വെച്ച് ബഡ് ചെയ്തിട്ട് നമുക്ക് പുതിയ ഷെയ്ഡുകൾ ഉണ്ടാക്കാൻ പറ്റും. അതും പിന്നെ ആ കമ്പ് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പം അതേ ഷെയ്ഡ് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്ത് നമുക്കൊരു വെറൈറ്റികൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ എത്രത്തോളം സക്സസ് ആണെന്നുള്ളത് എനിക്കും അറിയത്തില്ല. ഞാൻ ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി മാത്രമായിട്ട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ബെഡിങ്ങിൻ്റെ ഇത് നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യാമെന്ന് ഞാനും കേട്ടിട്ടുണ്ട്.
അത് യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബെഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ശരി, ഇതിന് പൊതുവെ വേനൽക്കാലത്താണ് ഇത് നല്ലതെന്ന് പറഞ്ഞു. ഇതിന് മഴക്കാലത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് സംരക്ഷണം ആവശ്യമുണ്ടോ? മഴക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഇതിന് നനവ് മതി. നനവെന്ന് പറഞ്ഞാൽ മൂടൊന്നും നനയാനുള്ള നനവ് മതി. മഴക്കാലത്ത് നമ്മളിപ്പോൾ ഈ ടെറസ് അങ്ങനെയുള്ള ഇതിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചട്ടികളിൽ വെള്ളം കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ തണ്ടിൽ ഓൾറെഡി ജലാംശം ഉള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് ജലാംശം വന്നു കഴിയുമ്പോൾ ഈ ചെടി അഴുകി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടെറസിൽ വെച്ചേക്കുന്ന സാധനങ്ങൾ മഴ കൂടുതലായിട്ട് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ പിന്നെ മഴ മാറിക്കഴിയുമ്പോൾ നമ്മളെടുത്ത് വീണ്ടും ടെറസിലേക്ക് പോകുക. അപ്പോൾ വെയിൽ കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. വെയിൽ അത്യാവശ്യമായിട്ട് വേണം. അപ്പോൾ നമ്മൾ ഈ ഷെയ്ഡിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് പൂക്കൾ കുറവായിരിക്കും, പക്ഷേ നമുക്ക് ചെടി നശിച്ചു പോകാതെ കിട്ടും. മഴ സമയത്ത് പല ആൾക്കാരും ഇപ്പോൾ ചെടിച്ചട്ടിയിലല്ലാതെ കുപ്പികളിൽ വളർത്തുന്നുണ്ട്. ഇപ്പോൾ അടുത്തിടയ്ക്കും പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. നല്ല ഭംഗിയാണത് കാണാൻ. ഞാനും ആദ്യം തുടങ്ങിയ സമയത്ത് അതങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഓരോ വെറൈറ്റിയും വളർന്നു വരുമ്പോൾ അതിന് ചെടി മുകളിലേക്കുള്ളതിനെക്കാട്ടി കൂടുതലായിട്ട് വേര് ഉണ്ടാവും. അപ്പം നമ്മൾ നടുന്ന കുപ്പിക്കകത്തിൽ ആ വേര് തികയാതെ വരും. അങ്ങനെ ചെടി പതുക്കെ നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ കുപ്പികളിൽ ചെയ്യുന്ന ആൾക്കാർ ആ കുപ്പികളിൽ ചെറുതായിട്ട് അത് വളർന്നു കഴിയുമ്പോൾ മാറ്റി അത് വേറൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടി നശിച്ചു പോകാതെ കിട്ടും. അതേപോലെ ഇപ്പോൾ കുപ്പിക്കകത്ത് നട്ടിട്ട് അത് കൊണ്ടൊരു ഷെയ്ഡിൽ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് പൂക്കൾ നല്ലപോലെ ഉണ്ടാവില്ല. ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടിയത് നല്ല വെയിലാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ചെയ്തേക്കുന്നത് ടെറസിലാണ്. അപ്പോൾ ടെറസിൽ നമുക്ക് നല്ല വെയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ചട്ടിയിലും നിറച്ച് പൂള് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടിയത് ഈ പറയുന്ന പോലെ ചാണകപ്പൊടി അല്ലെങ്കിൽ ചാണകം കലക്കിയിട്ട് അതിൻ്റെ തെളി നമുക്ക് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലൊരു വളമാണ്. പിന്നെ അതേപോലെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് അതും ഇതേപോലെ നേർപ്പിച്ച് അത് ഒരു കപ്പ് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 4 കപ്പ് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ലൈനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതും നല്ലൊരു വളമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ചാണകപ്പൊടിയാണ്. നല്ലപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടി ധാരാളം കമ്പുകളും ഉണ്ടാവും. അതേപോലെ ആ കമ്പുകളിലെല്ലാം നിറച്ച് പൂവ് ഉണ്ടായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഇപ്പോൾ അല്ലാത്ത വളങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ രീതിയാണ് പറയുന്നത്. ഞാൻ നാടൻ രീതിയിൽ തന്നെയാണ്, വലിയ മുടക്കം മുതലില്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചാണകപ്പൊടിയാണ് ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള വളം. ഒരുപാട് NPK അങ്ങനെയുള്ള ഫാക്ടംബോസ് അങ്ങനെയുള്ള വളങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അപ്പം ഇവിടെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ്. ചാണകപ്പൊടി തന്നെയാണ് ഞാൻ കൂടുതൽ പേരോടും സജസ്റ്റ് ചെയ്യാറുള്ളത്. നമ്മുടെ ചേട്ടൻ്റെ ഈ ഗാർഡനിൽ നിന്ന് ഇത്തരം പൂക്കൾ വാങ്ങിക്കാനുള്ള ചെടികൾ വാങ്ങിക്കാൻ കൂടുതൽ ആവശ്യക്കാരെങ്ങനെയുള്ളവരാണ് വരുന്നത്? ആവശ്യക്കാരെ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു ഗ്രൂപ്പാണ് കൃഷിഭൂമി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അതേപോലെ നമ്മുടെ പൂന്തോട്ടം, അങ്ങനെ ഗ്രീൻ ലൈഫ്, അങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ പോസ്റ്റ് കണ്ടു കഴിയും. ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ്, നമ്മുടെ പുതിയൊരു വെറൈറ്റി വന്നതിൻ്റെ പോസ്റ്റ് നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നമുക്ക് അതിൻ്റെ തണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ ചെടി തന്നെ അവർക്ക് പാഴ്സലായിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. കൂടുതലും ഈ നവമാധ്യമങ്ങൾ വഴി തന്നെയാണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ഒരാളിപ്പോൾ മേടിച്ചുകൊണ്ട് പോയി അത് അയാൾ വേറെ ആളോട് പറഞ്ഞു, അങ്ങനെയും വരുന്നുണ്ട്. കുറേ കൂടുതലായിട്ടും വരുന്നത് ഈ പറയുന്ന ഗ്രൂപ്പുകൾ വഴിയാണ് നമുക്ക് ഓർഡറുകൾ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ ഓർഡറുകൾ പല ദൂര സ്ഥലത്തു നിന്നെല്ലാം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ചെടിയുടെ എന്താണ് ഡെലിവറി ചെയ്യുന്നത്? എന്താണ് ഇതിൻ്റെ തണ്ടാണോ അതോ എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത്? അല്ലെങ്കിൽ ദൂര സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അത് വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടോ? ഞാൻ ഇപ്പം ഒരു വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിനിടയിൽ ഞാനിപ്പം ഡൽഹി, ജയ്പൂർ, ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരെ ഇപ്പം ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് അയച്ചേക്കുന്നത് ഡൽഹിക്കാണ്. ഡൽഹിയിലേക്ക് അയച്ചത് 5-ാമത്തെ ദിവസമാണ് അവിടെ കിട്ടിയത്. അപ്പോൾ ഞാൻ അയക്കുന്ന സമയത്ത് ഈ പേപ്പർ നനച്ചിട്ട് അത് റൗണ്ട് ചെയ്താണ് അയക്കുന്നത്. അപ്പോൾ അവിടെ കിട്ടിയ സമയത്ത് അവർക്കത് വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട്, ചെറിയ വെള്ള വേര് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫ്രഷായിട്ട് ആ സാധനം അവിടെ കിട്ടി. അവർ വളരെ സന്തോഷത്തോടെ നമുക്ക് തിരിച്ചത് ഫോട്ടോ അയച്ചു തരികയും ചെയ്തു. അത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ 5 ദിവസം വരെ കഴിഞ്ഞിട്ടും നമ്മൾ കൊറിയറായിട്ട് അയച്ച സാധനം ഒരു പ്രശ്നമില്ലാതെ അവിടെ കിട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ടും കൊറിയർ തന്നെയാണ്, സ്പീഡ് പോസ്റ്റ്, കൊറിയർ അങ്ങനെയുള്ള ഇതാണ് അയക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും നേരിട്ട് വന്ന് വാങ്ങാൻ പറയാം. അപ്പോൾ അവർക്ക് വെറൈറ്റികൾ നോക്കി എടുക്കാൻ പറ്റും. അങ്ങനെ വന്ന് എടുക്കുന്നത് ഒരുപാടുണ്ട്. ഒത്തിരി വീട്ടമ്മമാർ പൊതുവെ ഈ ഗാർഡനിങ് രംഗത്തോട് കടന്നു വരുന്നുണ്ട്.
അവർക്ക് അത്യാവശ്യം ഒരു വരുമാനം നേടാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഈ ഒരു 10 മണി ചെടി എന്നുള്ളത്. തീർച്ചയായിട്ടും കാര്യം കൂടുതൽ ഓർഡർ വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് സ്ത്രീകൾ തന്നെയാണ് കൂടുതലായിട്ട് ഓർഡർ വരുന്നത്. ഇപ്പം ലോക്ക്ഡൗണിൻ്റെ പീരീഡ് ആയതുകൊണ്ട് ഒരു 17 ഓർഡറോളം നമുക്ക് പെൻഡിങ് കിടപ്പുണ്ട്. അതും കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. അത് പുരുഷന്മാർ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, പുരുഷന്മാരും ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡറി ഇൻകമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. വീട്ടമ്മമാർ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമുക്ക് രാവിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വളരെ കുറച്ച് ശ്രദ്ധ മാത്രമേ നമുക്ക് ഈ ചെടിയുടെ കാര്യത്തിൽ ആവശ്യമുള്ളൂ. പുതിയ വെറൈറ്റികൾ കൊണ്ടുവരുമ്പോൾ ഒന്ന് പിടിച്ച് കിട്ടാനുള്ള ഒരു കാലതാമസം എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വരുമാനം തന്നെയാണ്.